ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിലെ അടുത്തൊരു മെത്തേഡിലേക്ക് കടക്കാം. അടുത്തൊരു മെത്തേഡാണ് വില്യംസൺ സിന്തസിസ്. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലബോറട്ടറികളിൽ സിമെട്രിക്കൽ ഈതേഴ്സിൻ്റെയും അതുപോലെ തന്നെ അൺസിമെട്രിക്കൽ ഈതേഴ്സിൻ്റെയും പ്രിപ്പറേഷന് ഉപയോഗിക്കാവുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് വില്യംസൺ സിന്തസിസ്. എന്താണ് വില്യംസൺ സിന്തസിസ്? In this method, alkyl halide is allowed to treat with a sodium alkoxide. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈതർ ഉണ്ടാകുന്നത്. സാധാരണയായിട്ട് സെക്കൻഡറി ടേർഷ്യറി ഗ്രൂപ്പുകളിലുള്ള ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് വില്യംസൺ സിന്തസിസ് എന്ന മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ആൽക്കൈൽ ഹാലൈഡ് അഥവാ RX അണ്ടർഗോ റിയാക്ഷൻ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. ഈ രണ്ട് R ഗ്രൂപ്പുകളെയും തമ്മിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു R ഗ്രൂപ്പിനെ R-ONA എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. ആൽക്കൈൽ ഹാലൈഡ് സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ROR- എന്ന ഈതർ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സോഡിയം ഹാലൈഡും ഉണ്ടാകുന്നു. ഈ മെത്തേഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഈതേഴ്സ്, അതായത് സെക്കൻഡറി ടേർഷ്യറി ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഈ റിയാക്ഷനിൽ സാധാരണയായിട്ട് നടക്കുന്നത് SN2 റിയാക്ഷനാണ്. SN2 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷൻ. അതിനൊരു ഉദാഹരണം കൺസിഡർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡ് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിട്ടുള്ള മീഥൈൽ ബ്രോമൈഡ് ആണ്. മാത്രവുമല്ല ഇവിടെ ഒരു സോഡിയം ആൽക്കോക്സൈഡ് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇത് ടേർട്ട് ബ്യൂട്ടൈൽ സോഡിയം ആൽക്കോക്സൈഡ് ആണ്, അല്ലേ? ഇതൊരു ടേർഷ്യറി ഗ്രൂപ്പാണ്. കാർബൺ 3 മറ്റ് കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ആൽക്കോക്സൈഡ് അയോൺ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിലേക്ക് ഒരു ബാക്ക് സൈഡ് അറ്റാക്ക് നടത്തുന്നു. അതായത് SN2 മെക്കാനിസം വഴിയാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഏറ്റവും നന്നായിട്ട് വില്യംസൺ സിന്തസിസ് നടക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് gives the best results for the preparation of ethers by വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് ഏറ്റവും നന്നായി നടക്കുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുമ്പോഴാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിൽ ബൾക്കി ഗ്രൂപ്പ്സ് ഇല്ലാത്തതുകൊണ്ട് SN2 റിയാക്ഷൻ വളരെ ഈസി ആയിട്ട് നടക്കുന്നതിനും അങ്ങനെ ഈതർ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനും സാധിക്കുന്നു. എന്നാൽ സെക്കൻഡറിയും ടേർഷ്യറിയുമായിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡും ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡുമാണ് സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഈതേഴ്സ് ആയിരിക്കില്ല. അതിന് പകരം അവിടെ ഉണ്ടാകുന്നത് ആൽക്കീൻ ആയിരിക്കും. ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ആൽക്കീനുകൾ മാത്രമേ അവ ഫോം ചെയ്യുന്നുള്ളൂ. ഒരു ഈതറിനെ പോലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മളൊരു ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ് എടുത്തിരിക്കുന്നത്. ഈ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഒരു ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെ സോഡിയം ബ്രോമൈഡ് NaBr എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ CH3Oയും ഈ CH3 ഗ്രൂപ്പിൽ ഒരു H കൂടെ ചേർന്ന് CH3OH എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ബാക്കി ഉണ്ടാകുന്നത് എന്താണ്? അത് ഒരു ആൽക്കീനാണ്, അല്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ആൽക്കീൻ ഒരു മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നത്? ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൽക്കോക്സൈഡുകൾ ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ഇവ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് മാത്രമല്ല, ഇവർ സ്ട്രോങ് ബേസ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആൽക്കൈൽ ഹാലൈഡുകൾ സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എലിമിനേഷൻ റിയാക്ഷന് കാരണമാകുന്നു. അപ്പം ഇങ്ങനെ എലിമിനേഷൻ നടക്കുന്നതിനാലാണ് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുക വഴി ഈതേഴ്സിന് പകരമായിട്ട് ആൽക്കീനുകൾ ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, NaBr എന്ന മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു, CH3OHും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ ആൽക്കോക്സൈഡ് ഒരു സ്ട്രോങ് ബേസ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എലിമിനേഷൻ റിയാക്ഷൻസ്
നടക്കുന്നത്. വില്യംസൺ സിന്തസിസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഫീനോൾസിനെ കറസ്പോണ്ടിങ് ഈതേഴ്സ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഫീനോൾസിൽ നിന്നും ഈതർ പ്രിപ്പയർ ചെയ്യുന്ന ഈ മെത്തേഡിൽ ഫീനോളിനെ ഒരു ഫിനോക്സൈഡ് മൊയിറ്റി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ മെത്തേഡിൽ ഫീനോൾ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഫീനോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഫിനോക്സൈഡ് മൊയിറ്റി ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഫിനോക്സൈഡ് മൊയിറ്റി ഒരു ആൽക്കോക്സൈഡിന് ഇക്വലൻ്റ് ആണ് അല്ലേ? സോഡിയം ആൽക്കോക്സൈഡിൻ്റെ സെയിം തന്നെയാണ്. അതിനാൽ ഇത്തരത്തിലുള്ള ഫിനോക്സൈഡ് മൊയിറ്റി പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഈതർ ഉണ്ടാകുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ വില്യംസൺ സിന്തസിസിൽ ആൽക്കൈൽ ഹാലൈഡും ഒരു സോഡിയം ആൽക്കോക്സൈഡുമാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ അതിന് പകരമായിട്ട് ഒരു ആൽക്കൈൽ ഹാലൈഡ് ഫിനോക്സൈഡ് മൊയിറ്റിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഈതർ ഉണ്ടാകുന്നു. ആൽക്കഹോൾസിൽ നിന്നും അതുപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിച്ചുകൊണ്ടും ഫീനോളിൽ നിന്നും നമുക്ക് ഈതേഴ്സ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.